അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ എനിക്ക് ക്ലാപ്പ് കിട്ടിയത് എനിക്ക് കുമ്പളങ്ങിയുടെ സമയത്ത് ആ ഒരു ബാറ്റ് അടിക്കുന്ന സീനിലാണ് എനിക്ക് ഒരു ക്ലാപ്പ് കിട്ടിയത്. അതിനുശേഷം ഒരു വെബ് സീരീസിന് ഇങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്ക് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഒത്തിരി പാടുപെട്ട് ആണ് ഇത് ചെയ്തത്. കാരണം കാണുമ്പോൾ ചിരിയാൻ തോന്നുമെങ്കിലും കുറച്ച് കഷ്ടപ്പാടാണ് നമുക്ക് ഹ്യൂമർ ചെയ്യാൻ. അതിനെനിക്ക് താങ്ക്സ് പറയാനുള്ള നിതിൻ ചേട്ടൻ്റെ അടുത്താണ്. കാരണം എനിക്ക് അത്രയും ഫ്രീഡം തന്നു. എത്ര ലിമിറ്റ് വരെ പോകാനായിട്ടുള്ള ഒരു ഫ്രീഡം എനിക്ക് നിതിൻ ചേട്ടൻ തന്നുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത് ആ ഒരു ഫ്രീഡത്തിൽ ഞാൻ എന്റെ എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സുരാജേട്ടൻ്റെ കൂടെ ഭയങ്കര രസമായിരുന്നു. ആക്ച്വലി സുരാജേട്ടൻ അറിയാലോ, ഹ്യൂമറിന്റെ വേറെ ലെവലിൽ നിൽക്കുന്ന ആളാണ്. എനിക്ക് ഞാൻ ചെയ്തതിൽ കൂടുതൽ എനിക്ക് സുരാജേട്ടൻ റിഫ്ലക്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് അത് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് സെറ്റിൽ. ഞാൻ ഇതിനകത്തൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് 3ാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു. ശ്വേതാ മേനോനൊക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഔട്ട് കാണുന്നത് മൊത്തത്തിൽ. വേറെ ഡബിന് പോയതല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് സെക്കൻഡ് എപ്പിസോഡൊക്കെ ആയപ്പോൾ നല്ല ചിരിക്കാനുള്ള വക ഉണ്ടായിരുന്നു. പിന്നെ ഇത് OTTക്ക് വേണ്ടി ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ OTTയുടെ എക്സ്പീരിയൻസും തിയേറ്റർ എക്സ്പീരിയൻസും വേറെയാണ്. പക്ഷെ എന്നിട്ടും ചിരിയും കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു OTTയിലും വർക്കാവേണ്ട ഒരു ഇതാണെന്ന് തോന്നുന്നു. സുരാജേട്ടനെ പറ്റി പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ പടം സുരാജേട്ടൻ്റെ കൂടെ ചീട്ട വന്നേക്കുന്നത് ED എന്നുള്ള ഫിലിം. പറയേണ്ട ആവശ്യമില്ല. ഭയങ്കര കുഞ്ഞു കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണെങ്കിലും എനിക്ക് അവരുടെ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് തോന്നി. സുരാജേട്ടനും ഗ്രേസുമായിട്ടുള്ള മൊത്തത്തിൽ ചിരിക്കാനുള്ള വകയുണ്ടെന്ന് തോന്നുന്നു. രസമായിട്ടുണ്ട്. നിതിൻ നജീബ് പണിക്കറിനെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡയറക്ടോറിയൽ അറ്റംപ്റ്റ് ചെയ്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് എപ്പിസോഡ് കുറച്ച് സ്ലോ പേസ്ഡ് ആണ് എങ്കിലും അത് ആസ്വദിച്ച് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ വന്നാൽ പിന്നെ ഒരു ബ്ലാസ്റ്റ് ആണ്. എസ്പെഷ്യലി ഗ്രേസിന്റെ പെർഫോമൻസ് ഒക്കെ എടുത്ത് പറയണം. ബെസ്റ്റായിട്ട് ഗ്രേസ് ചെയ്തിട്ടുണ്ട്. സുരാജേട്ടൻ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ആ ക്യാരക്ടറിലേക്ക് ജെല്ലായിട്ടുണ്ട്. വളരെ എൻ്റർടൈനിങ്. എല്ലാ ആസ്പെക്റ്റും ഒക്കെ ആയാലും ക്യാമറയാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷെ അതുകൊണ്ട് പറയുന്നതല്ല, എല്ലാം ഒന്നിനൊന്നും മികച്ച് കോമ്പറ്റീവ് നിൽക്കുന്ന ഒരു സീരീസ് ആണ്. അപ്പം എത്രയും വേഗം ബാക്കി കൂടെ കാണണം എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോൾ. നല്ല റെസ്പോൺസ്. നിങ്ങൾ കണ്ടായിരുന്നല്ലേ തിയേറ്ററിൽ? നല്ല റെസ്പോൺസാണ്. കുഴപ്പമില്ല, വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു 4 എപ്പിസോഡും കൂടെ ഉണ്ട്. ഓരോ എപ്പിസോഡ് ഓരോ സ്വഭാവത്തിൽ പിടിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അത് ഓരോ രീതിയിലായിരിക്കും ഓരോ എപ്പിസോഡും വർക്ക് ആവുക. അപ്പോൾ ഗ്രേസിൻ്റെ എപ്പിസോഡ് വർക്ക് ആയ പോലെ ആയിരിക്കില്ല അടുത്ത വർക്ക് ആവുക. എന്തായാലും 19-ാം തീയതി ഹോട്ട്സ്റ്റാറിൽ പ്രീമിയർ ചെയ്യും. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓരോ എപ്പിസോഡിൻ്റെയും ബേസിക്കലി കഥകൾ വ്യത്യാസമാണ്. അതിൻ്റെ പ്രൊമൈസ് വ്യത്യാസമാണ്. ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വ്യത്യാസമാണ്. അപ്പം ഓരോ എപ്പിസോഡ് ഈ പറഞ്ഞാൽ ഓരോ രീതിയിലായിരിക്കും ആൾക്കാർക്ക് രസിക്കാൻ പറ്റുക. അല്ലെങ്കിൽ അവർ എന്താ ചെയ്യുക, ഓരോ രീതിയിലായിരിക്കും അവർ കാണുക. നേര് കഴിഞ്ഞ് എൻ്റെ ഇറങ്ങാൻ പോകുന്ന അടുത്ത റിലീസായിരിക്കും ഈ നാഗേന്ദ്രൻ സണിമുത്ത്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു വെഞ്ചറാണ്, കോമഡിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് സുരാജ് വെഞ്ഞാറമൂടിയാണ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ എനിക്കൊന്ന് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് നേരിൽ അവസരം വന്നത്. അപ്പോൾ സുരാജേട്ടൻ്റെ അടുത്താണ് ഞാൻ ആദ്യം പറയണത്. ഇങ്ങനെ ജിത്തു സാർ എന്നെ വിളിച്ചിരുന്നു, നേര് സിനിമയിൽ എനിക്ക് വില്ലനായിട്ടുള്ള കഥാപാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസവും സുരാജേട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം തന്ന ഒരു ബ്രദർലി ഫുഡും അല്ലെങ്കിൽ അദ്ദേഹം ഇത് മൊത്തം കണ്ടിട്ട് അദ്ദേഹം തന്നൊരു കോൺഫിഡൻസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സാധനം ഭയങ്കര വർക്കായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. നമ്മുടെ ഒരു ഗ്യാങ്ങിൻ്റെ പരിപാടി, ഒരു ഗ്യാങ്ങാണ് ഞങ്ങളുടെ. അപ്പോൾ അത് 5ാമത്തെ എപ്പിസോഡാണ്. 2 ഇപ്പോൾ പ്രിവ്യൂല് കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇനിയും ഒരുപാടധികം കോമഡി എന്താ പറയുക കുറേ രംഗങ്ങൾ വരുന്നുണ്ട്. ബാക്കിയുള്ള എപ്പിസോഡ്സൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെയും ഭയങ്കര ഔട്ട് ആൻഡ് ഓഫ് കോമഡിയാണ്. ഇതിലിപ്പോൾ കണ്ടതിലിപ്പോൾ സുരാജേട്ടൻ്റെയും ഗ്രേസിൻ്റെ ഒക്കെ ആൽഫിയുടെ ഒക്കെ ഗംഭീര എടുത്ത് അലക്സാണ്ടർ പ്രശാന്താൻ്റെ ഒരു ത്രോ റോളാണ്. ലൈക്ക് ഗംഭീരമായിട്ട് അദ്ദേഹം സുരാജേട്ടൻ്റെ കൂടെ ത്രോ ഔട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ക്യാരക്ടറാണ് അലക്സാണ്ടർ. ഞങ്ങളുടെ എപ്പിസോഡിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു എന്താണ് ഒരു നുള്ളി ഇത് കൊണ്ടുപോകുന്നത്. ഈ പരിപാടി മൊത്തം സുരാജേട്ടനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന അലക്സാണ്ടർ പ്രശാന്താനാണ്. അപ്പോൾ ഇവരുടെ ഒരു ഗ്യാങ്ങും ഒരു പരിപാടിയും നമ്മുടെ എപ്പിസോഡൊക്കെ രസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും 19 ഇനി വരാൻ പോകുന്ന റിലീസ് ചെയ്യുന്ന ദിവസം 19-ാം തീയതി എല്ലാവരും കാണണം. Disney Plus Hotstar. Very happy to be associated with Disney Plus Hotstar again after near. ഫസ്റ്റ് പിന്നെ ഒരു ക്യാരക്ടർ സെറ്റിങ്ങും അറ്റ്മോസ്ഫിയർ സെറ്റിംഗ് ആയതിൻ്റെ ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിലിക്കുട്ടിലെത്തിയപ്പോൾ ഭയങ്കര രസമുണ്ട്, കുറേ ചിരിക്കാനുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു. അപ്പം അത് എന്തായാലും അതെന്താ വെച്ചാൽ ക്യാരക്ടർ എങ്ങനെയാണല്ലോ അതിൻ്റെ ആ ഒരു ഹൈല് അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അത് നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ട് നമ്മളെ.